കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മലാപ്പറമ്പ് ഫ്ലോറിക്കൽ റോഡിലാണ് ഈ സംഭവം. പ്രദേശത്ത് 2 ദിവസം കുടിവെള്ളം മുടങ്ങുമെന്നുള്ള അറിയിപ്പ് കൂടിയുണ്ട്. താരപ്പറമ്പ് ഈസ്റ്റില് ആ ഭാഗങ്ങളിലേക്ക് വെസ്റ്റിലേക്ക് വരെ പോണ ലൈന് ഇതാണ് മെയിൻ ലൈൻ. ഇതിപ്പോൾ സ്ഥിരം പരിപാടി അവിടെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചൊന്നുമില്ല. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ആ സമയത്ത് ചെറിയൊരു മെയിൻ്റനൻസ് ചെയ്യും. അതിനുശേഷം യാതൊരു ഉത്തരവാദിത്വമില്ലാത്തൊരു കളിയാണിത്. ഈ ഒച്ച കേട്ടിട്ട് ഒരു മോൻ്റെ ഭാര്യ ജനാലിൽ കൊണ്ട് നോക്കി എന്താ അച്ഛന്നുള്ള അപ്പോഴാണ് വെള്ളം ഒന്നായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നീച്ച് അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഒന്നായിട്ട് വെള്ളം ചാടുകയാണ്. ആ വീട്ടിലുണ്ട്, ഈ ഓരോ വീട്ടിൽ എല്ലായിടത്തും വെള്ളം ഒന്നായിട്ട് ഇങ്ങനെ കൂടി. പ്രദേശത്ത് നിന്നും രാഹുൽ KV നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുലെ, ഗുഡ് മോർണിംഗ്. പക്ഷേ പ്രദേശവാസികൾക്ക് ഇക്കാര്യം പറയാൻ പറ്റത്തില്ല, അത്ര നല്ലൊരു പ്രഭാതമല്ല അവർക്കുള്ളത്. ഈ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, ആ റോഡൊക്കെ തകർന്നിട്ടുണ്ട്, പ്രശ്നമാണ് വലിയ രീതിയിലല്ലേ. അപ്പോൾ നാട്ടുകാർ ഓരോരുത്തരും എന്താണ് പറയുന്നത്? എപ്പോഴാണ് ഈ പൈപ്പ് പൊട്ടിയത്? പൂജ, നാട്ടുകാർക്ക് വലിയ പ്രയാസം തന്നെയാണ്. കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡിന് ഇരുവശത്തുമുള്ള നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ചെളിയൊക്കെ അടിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് വീടുകൾക്ക് മുമ്പിലും. അതുപോലെ ഒരു വീടിനകത്തേക്ക് വെള്ളം കയറി ചെളി അടിഞ്ഞു കൂടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 2:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പാണ് ഈ മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പുകളിൽ ഒന്നുകൂടിയാണ് ഇത്. മലാപ്പറമ്പ് കരിക്കാംകുളം റോഡാണ്. അതായത് ഒരു പോക്കറ്റ് റോഡ് എന്ന വണ്ണം നിരവധി യാത്രക്കാരൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു റോഡ് കൂടിയാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളിലേക്കാണ് ഇതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ചെളിയും വെള്ളവും ഒക്കെ തന്നെ അടിഞ്ഞ് കയറിയത്. ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആളുകൾ. വലിയ ശബ്ദം കേട്ടാണ് ഇറങ്ങി വരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വീടിനോട്, ഈ കാണുന്ന വീടിനോട് ചേർന്നുള്ള ഒരു ഭിത്തിയുണ്ട്, ഒരു സംരക്ഷണ ഭിത്തി 2 വീടുകൾക്ക് നടുവിൽ. അത് ഈ വെള്ളത്തിൻ്റെ ശക്തിയിൽ തകർന്നു പോവുകയും തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു മതിലിടിഞ്ഞ് വീഴണമെങ്കിൽ അത്രയും ശക്തിയിലാണ് വെള്ളം അങ്ങനെ ഇരച്ച് കയറുകയും ചെയ്തിട്ടുള്ളത്. ഈ വീടിനകത്തേക്കാണ്, നമ്മളിപ്പോൾ കയറാൻ പോകുന്ന വീടിനകത്തേക്കാണ് വെള്ളം ഇരച്ച് കയറുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അകത്തുള്ള സാധനങ്ങളൊക്കെ നനഞ്ഞു പോയി ചെളി ഇങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥിതി കൂടിയാണ്. നമ്മൾ പറഞ്ഞ ആ മതിലാണ് ഇപ്പോൾ കാണുന്നത്, ഇടിഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ ആ ഇടിഞ്ഞ് വെള്ളം നേരെ അടിച്ച് ഇങ്ങനെ വീടിനകത്തേക്ക് കയറുകയാണ് ഉണ്ടായത്. ഇതിന് ഇവിടെ ഉമ്മറത്തും അകത്തൊക്കെയായി നിരവധി സാധനങ്ങളുണ്ട്, അതൊക്കെ നനഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ചേച്ചി, വലിയ ബുദ്ധിമുട്ടായി, മൊത്തം ചെളിയല്ലേ? അതെ, 2:45-3 മണീൻ്റെ ഉള്ളിലാണ് ഇത് സംഭവം. അറിഞ്ഞിട്ടില്ല, പക്ഷെ ആ മതിൽ വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോഴേക്ക് തന്നെ വെള്ളം അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഓ, കയറും. മൊത്തം ഒന്നായിട്ട് വെള്ളമായിരുന്നു, ഒന്നായിട്ട് കുറേ വെള്ളത്തിൻ്റെ അകത്തായിരുന്നു. പറ്റുന്നിടത്തോളം ഞങ്ങൾ എടുത്തിട്ട് മുകളിലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കുറേ സാധനങ്ങൾ നനഞ്ഞുപോയി. എടുക്കാത്ത ഷീറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെളിയിലായിപ്പോയി. എന്തൊക്കെ നാശനഷ്ടം പറ്റിയിട്ടുണ്ട്? ഉപകരണങ്ങളൊക്കെ പോയോ? കുറേ, അത് ചളി നിറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പോൾ ഒക്കെ വൃത്തിയാക്കി എടുക്കേണ്ടി വരും. ഒക്കെ ചളിയിൽ മുങ്ങിപ്പോയി എന്നുള്ളൂ. പിന്നെ കുറേ മോൻ്റെ ടൂൾസൊക്കെയാണ് ഒഴുകിയത്. അപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഫയർഫോഴ്സിന് ഇവരെയൊക്കെ വിളിച്ച് അവരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വന്നേരെയാണ് അവിടെ സ്ലാബ് പൊളിച്ചിട്ടൊക്കെയാണ് കുറേ വെള്ളം അങ്ങനെ പൊക്കിയത്. എല്ലാ സ്ഥലത്തും ചളി വെള്ളം, അടുക്കള വരെ എത്തിപ്പോയി വെള്ളം, അത്രയും വരെ. ഇതിന് മുൻപ് ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട് പൈപ്പ്. പക്ഷെ ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല, ആദ്യമായിട്ട് അത് ഇങ്ങനെ കയറുന്നത്. അതുപോലെ മക്കളുടെ തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ പോയി ചെളിയിലായി. കുറേ സാധനം അൾമാരിൻ്റെ അടിയത്തെ തട്ട് വരെ വന്നു വെള്ളം. അപ്പം അടിയത്തെ തട്ടത്തെയാണ് ഈ കട്ടിൽമേൽ വലിച്ചിട്ടിരിക്കുന്നത്. അത്രയും സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലൊക്കെ കൈവച്ചല്ലേ? അപ്പൊ പിന്നെ അവര് ഫയർ സർവീസ് അവര് വന്ന് ചോദിച്ചു എന്തെങ്കിലും സാധനം മുകളിലേക്കൊക്കെ കയറ്റണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എല്ലാം നനഞ്ഞു കിടക്കുക. അപ്പൊ പിന്നെ എങ്ങോട്ട് കയറ്റാനാ? ചളിവെള്ളത്തോട് കൂടി കയറ്റാൻ. അയ്യോ എന്റെ പൊന്നാരമ, വലിയ മഴക്കാലത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലമല്ലേ ഇത്? അങ്ങനെ വെള്ളം കയറൂല, മഴ പെയ്താലും കയറൂല. ഇത് ആ പൈപ്പ് പൊട്ടിയപ്പോ ഉള്ള, ഞങ്ങൾ ചോദിച്ചാൽ ജപ്പാൻ കുടിവെള്ളമല്ലേ, അതിൻ്റെ പൈപ്പാണ് പൊട്ടിയെന്നാ. കാരണം ഈ സാധാരണ പൈപ്പാണ് പൊട്ടിയെന്ന് മനസ്സിലായിട്ടില്ല. അതാകുമ്പോൾ പിന്നെ ആരും വിളിക്കാനൊന്നും പറ്റൂല, അത്രയും വെള്ളം വരുമല്ലോ. അപ്പോൾ പിന്നെ പോലീസുകാർ പറഞ്ഞു അത് സാധാരണ വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പാണ്. ആൾക്കാരെ പിന്നീട് ആരാ വിളിച്ചെഴുതുന്നത് അറിയൂല. ഇവിടെ അപ്പോഴത്തേക്ക് കുറേ ആളുണ്ടായിരുന്നു, അപ്പോഴത്തേക്ക് പോയിട്ടില്ല. കാരണം
അപ്പോൾ കുറേ സാധനങ്ങൾ ഒഴുകിയതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചവിട്ടിയാൽ ഇതാവണ്ട വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഇത് പൂട്ടിയതിന് ശേഷമാണ് വെള്ളം നിന്നല്ലേ? പോലീസുകാർ ആരൊക്കെ വിളിച്ചിരുന്നു. അന്നേരം അത് പൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം കുറച്ചൊന്ന് കുറഞ്ഞത്. പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാത്ത സംഭവമല്ലേ, പേടിച്ചു പോയി ഇങ്ങനെ വെള്ളം കയറി. ചെറിയ പൊട്ടലൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ പൈപ്പ് പൊട്ടുന്ന. അങ്ങനെ പൊട്ടാലുണ്ട്, അവർ പെട്ടെന്ന് വന്ന് നന്നാക്കലും എല്ലാം ഉണ്ട്. പിന്നെയും അവിടെ ഇങ്ങനെ പൊട്ടു. ഇത് ഭയങ്കര പൊട്ടലായി പോയി വെള്ളം വീടുകളിലേക്ക് വന്നത്. പക്ഷെ ആ ബാക്കത്തെ വീട്ടിലും കയറിയതാ പറയുന്നത്, അങ്ങോട്ടും പോയിന് വെള്ളം എന്നാ പറയുന്നത്. വൃത്തിയാക്കി എടുക്കൽ വലിയ പണിയല്ലേ എപ്പ തുടങ്ങുന്നേ? അത് എങ്ങനെയാ ഇനിയിപ്പോ ഇത് വൃത്തിയാക്കി വെള്ളമുണ്ടോ? വൃത്തിയാക്കാൻ വെള്ളമുണ്ടോ? ആ ടാങ്കിലടിച്ച വെള്ളം ഉണ്ടെങ്കിലേ ഉള്ളൂ. നമുക്ക് കോർപ്പറേഷൻ പൈപ്പ് ഇല്ല, കിണർ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പം എനിക്കത് തോന്നുന്നില്ല എടുക്കാൻ പറ്റുന്നു. കിണറ്റിലെ വെള്ളം വറ്റിക്കേണ്ടി വരും. ഈ ചെളിവെള്ളം ഇരിക്കില്ലേ കിണറിലേക്ക് ഒലിച്ചിറങ്ങിയോ? അവരെ കിണർ നിറഞ്ഞു എന്ന് പറഞ്ഞ് ഈ വെള്ളം വന്നിട്ട്. അപ്പുറത്തെ വീട്ടിൽ അവരെ വീട്ടിലെ വെള്ളം. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങളോട് പോലീസുകാർ പറഞ്ഞ് കിണറിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ടെന്ന്, വെള്ളം നിൽക്കുന്ന കാരണം ഇടിഞ്ഞൊക്കെ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നമാണ് അവിടെയുള്ള ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടി, ആ റോഡ് ഇടിഞ്ഞു, വീടുകളിലേക്കൊക്കെ വെള്ളം കയറി. ഇതൊക്കെ ഓരോ വീട്ടിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. 2 ദിവസം ഇനി കുടിവെള്ളം മുടങ്ങും. ഈ ടാങ്കിലൊക്കെ വെള്ളം അടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെയും പ്രശ്നമില്ല. അങ്ങനെ വെള്ളം നിറച്ചത് കൊണ്ടാണ് ഇപ്പോൾ പിന്നെയും ഓരോ വീട്ടുകാർ പിടിച്ചു നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ട്, പല അറിയിപ്പുകളും അവർക്ക് കൊടുക്കുന്നു. എന്തായാലും പ്രശ്നം തന്നെയാണ്. മഴ സമയത്ത് പോലും വെള്ളം കയറാത്ത പ്രദേശമാണ്. അവിടെയാണ് ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം കയറി ഇത്രത്തോളം പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുന്നത്. രാഹുൽ KV ആണ് നമ്മളടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്.